രാത്രിയുടെ മറവിൽ അതിക്രമം നടത്തിയ പാകിസ്ഥാൻ ഇപ്പോൾ പകൽ നേരത്തും ആക്രമണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് ഭാരതത്തിൻ്റെ സൈന്യം. മിസൈലുകളായി കഴിഞ്ഞാലും ഡ്രോണുകളായി കഴിഞ്ഞാലും അതിനെ തത്സമയം നിർവീര്യമാക്കുന്ന അതിശക്തമായ പ്രതിരോധ സംവിധാനം തന്നെയാണ് ഭാരതത്തിനുള്ളത്. ഒപ്പം പ്രത്യാക്രമണവും ശക്തമാണ്. ആ പ്രത്യാക്രമണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അവരുടെ 8ഓളം നഗരങ്ങളിൽ അഗ്നിഗോളങ്ങൾ പതിച്ചിരിക്കുകയാണ്, മിസൈലുകൾ പതിച്ചിരിക്കുകയാണ്. പല നഗരങ്ങളും ചുട്ടുചാമ്പലാകുന്ന, തകർത്തെറിയപ്പെടുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഒപ്പം എയർബേസുകളടക്കം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം, വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം, വ്യോമപാത അടച്ചിടുന്ന ഒരു സാഹചര്യം. അങ്ങനെ എല്ലാം കൊണ്ടും പാകിസ്ഥാൻ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കും. കറാച്ചി തുറമുഖം തകർന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ വാണിജ്യ മേഖലയടക്കം കനത്ത ആഘാതമാണ് നേരിട്ടിരിക്കുന്നത്. സാമ്പത്തികമായി അടിത്തറ ഇളകിക്കഴിഞ്ഞ ഒരു സ്ഥലമായി, ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു. അതേസമയം തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളും അതിരൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ബലൂച്ച് വിമോചന പോരാളികൾ ബലൂച്ച് സ്ഥാൻ എന്നുള്ള സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള ആവശ്യം വീണ്ടും ഉയർത്തി അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ കടന്നാക്രമിക്കുന്ന നിലപാട് ധൈര്യപൂർവ്വം അവർ തുടരുകയാണ്. കൊറ്റ പിടിച്ചെടുത്തതിലൂടെ അവർ ഒരു പടി കൂടി മുന്നിലെത്തി എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഒപ്പം ഇമ്രാൻഖാൻ്റെ അനുയായികൾ ഇസ്ലാമാബാദിലടക്കം തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം, ജനങ്ങൾ സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരെയും തെരുവിലിറങ്ങുന്ന സാഹചര്യം. അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആകെ കലുഷിതമായ ഒരു സ്വദേശമായി, ഒരു ദേശമായി, ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുമ്പോൾ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും, ഏത് തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് അറിയാത്ത, ഒരു നേതൃത്വമില്ലാത്ത ഒരവസ്ഥയിലേക്കും പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായാലും സൈനിക മേധാവിയായി കഴിഞ്ഞാലും അവർ എവിടെയാണ് എന്ന കാര്യത്തിൽ പോലും കൃത്യമായ ഒരു ഉത്തരം ഔദ്യോഗികമായി നൽകാൻ പോലും അവർ തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ ആണവ നിലയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമന്ത്രി നടത്തി എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധ മന്ത്രി അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ, അതായത് വലിയ ആശയക്കുഴപ്പം നേതൃത്വത്തിന് തന്നെ ഇടയിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകാൻ നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, അതിർത്തിയിലെ സാഹചര്യം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രിയുടെ മറപറ്റി ജനവാസ മേഖലയെ ആക്രമിക്കുന്ന ഒരു രീതിയായിരുന്നു പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അവലംബിച്ചത്. ഇപ്പോൾ 3ാം ദിനവും അത്തരത്തിലുള്ള ആക്രമണം തന്നെയാണ്. ഇപ്പോൾ പകൽ നേരവും ഷെല്ലാക്രമണം നടത്തുന്നു, അതിന് പിന്നിലെ മിസൈലുകൾ തൊടുത്തുവിടുന്ന ഒരു സാഹചര്യം. അതേസമയം തന്നെ ഭാരതം എല്ലാറ്റിനെയും പ്രതിരോധിക്കുകയാണ്. ആകാശത്ത് നിന്ന് തന്നെ നിർവീര്യമാക്കുന്ന ഒരു പ്രതിരോധ രീതി തന്നെയാണ് ഭാരതം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? അതിർത്തിയിൽ എത്രത്തോളം ജാഗ്രതയിലുമാണ്? സുരേഷ്, പഞ്ചാബിലെയും അതേപോലെ തന്നെ ഹരിയാനയിലെയും ഒപ്പം തന്നെ പ്രധാനമായും ഗുജറാത്ത് അടക്കമുള്ള, രാജസ്ഥാൻ അടക്കമുള്ള ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ ഈ അതിർത്തി മേഖലയിലുള്ള ജില്ലകൾ, അത് കൂടുതലായും പഞ്ചാബിലും രാജസ്ഥാനിലുമായി പടർന്നു കിടക്കുന്നു. ഈ 2 സംസ്ഥാനങ്ങളിലെയും ഇത്തരം അതിർത്തി ജില്ലകളിലുള്ള പത്താൻകോട്ട് അടക്കമുള്ള മേഖലകളിൽ, ജയ്സാൽമീർ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതായത് അവിടെ ഏത് സമയവും എന്തും സംഭവിക്കാമെന്നുള്ളൊരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ ഉള്ളത്. സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാത്രി കാലങ്ങളിൽ മാത്രമായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഏതാണ്ട് 8 മണിക്കൂർ നേരം, 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ഏതാണ്ട് 8 മണിക്കൂർ നേരമാണ് നിരന്തരം പാകിസ്ഥാൻ ആക്രമണം നടത്തുവാൻ വേണ്ടി ശ്രമിച്ചത്. അതിന് വിഭിന്നമായി ഇപ്പോൾ പകൽ സമയങ്ങളിലും ഇപ്പോൾ പഠാൻകോട്ടിലടക്കം ഇതിനോടകം തന്നെ ചില മിസൈലുകളുടെയും അതേപോലെ തന്നെ ചില ഡ്രോണുകളുടെയും മറ്റും സാന്നിധ്യം ഇതിനോടകം തന്നെ കണ്ടെത്തി. അങ്ങനെ പകൽ സമയങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജയ്സാൽമീർ, അതേപോലെ തന്നെ പഠാൻകോട്ട്, അതേപോലെ തന്നെ ചണ്ഡീഗഡ് അടക്കമുള്ള മേഖലകളിലെ ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജയ്സാൽമീറിലെയും അമൃത്സറിലെയും പഠാൻകോട്ടിലെയും ഒക്കെ തന്നെ അവിടുത്തെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ജനങ്ങളോട് സുരക്ഷിത മേഖലകളിലേക്ക് മാറുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും അടിയന്തര ഘട്ടമുണ്ടായാൽ സൈറൻ മുഴങ്ങുന്ന സാഹചര്യമുണ്ട്. ഇതിനോടകം തന്നെ പഠാൻകോട്ടിൽ ഇതിനോടകം അങ്ങനെ സൈറൻ മുഴങ്ങി, അതേപോലെ തന്നെ ഡ്രോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അത് കൃത്യമായി ജനം TV സംഘം ഇതിനോടകം തന്നെ അത് ആ ഡ്രോണിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ പകർത്തി ജനങ്ങൾക്ക് മുന്നിൽ കാട്ടിയതാണ്. ഇങ്ങനെ ഇത്തരത്തിൽ പകൽ സമയങ്ങളിലേക്ക്
കൂടി ആക്രമണം വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ. ഇപ്പോൾ മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീനഗർ മുതൽ നളിയ വരെ, ഗുജറാത്തിലെ കച്ച് ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് നളിയ വരെ 26 സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഭാരതത്തെ ആക്രമിക്കുവാൻ ശ്രമിച്ചത്. അതിൽ പ്രധാനം പഞ്ചാബിലെ വ്യോമതാവളങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതേപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ ഉടനീളം സമാനമായ രീതിയിൽ ഈ ഭാരതത്തിനെതിരെ ആക്രമണം നടത്തുവാൻ വേണ്ടി പാകിസ്ഥാൻ തുനിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ ഉദ്ധംപൂർ, ഭുജ്, അതേപോലെ തന്നെ പത്താൻകോട്ട്, ബട്ടിൻഡ എന്നിവിടങ്ങളിലെ വ്യോമസേനാ താവളങ്ങളിലെ ചില ഉപകരണങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കുകൾ ഏറ്റു എന്നുള്ളതും ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പുലർച്ചെ 1:40 പഞ്ചാബിലെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത്. ഈ പാകിസ്ഥാൻ ഇത്തരം ആക്രമണം നടത്തുമ്പോൾ സ്കൂളുകളും അതേപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതായത് നേരത്തെ ഇത്തരം ആർമി സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കരസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെ തന്നെ താവളങ്ങൾ പ്രധാനമായും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങളെയും അവരുടെ സ്വത്തുവകകളും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഗുരുതരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ വേണ്ടിയാണ് തിരിഞ്ഞിരിക്കുന്നത്. അത് ജലന്ധറിലെ ജനവാസ മേഖലയിലേക്ക് അടക്കം ഈ ഡ്രോണുകൾ പറത്തുവാൻ വേണ്ടി തയ്യാറായി. പത്താൻകോട്ടിലും സമാനമായ രീതിയിൽ ജനവാസ മേഖലയിലേക്ക് ഈ ഡ്രോണുകൾ എത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ജനവാസ മേഖല കൂടി ആക്രമിക്കുവാനുള്ള പദ്ധതിയാണ്. ഒപ്പം തന്നെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു, പള്ളികൾ, ഇതിനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ച് തകർത്തു, അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് തകർത്തു. ഒരു വർഗീയ സംഘർഷം കൂടി ഇവിടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ ഭാരതത്തിൻ്റെ അബദ്ധം പറ്റി അല്ലെങ്കിൽ ഭാരതം തന്നെ ആക്രമിച്ചു പൊളിച്ചു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. പഞ്ചാബിലും ജമ്മു കാശ്മീരിലും അത്തരം വർഗീയ സംഘർഷങ്ങൾക്ക് കൂടി ലക്ഷ്യമിട്ട് വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ ഇത്തരം ആരാധനാലയങ്ങൾ ലക്ഷ്യമാക്കി ഇത്തരം ഈ ഡ്രോൺസ് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആദംപൂരിലെ ഇന്ത്യയുടെ S-400 സംവിധാനം തകർത്തു എന്നുള്ള വ്യാജ പ്രചരണം ഇതിനോടകം തന്നെ വിട്ടു. അതേപോലെ തന്നെ സൂറത്ത് ഗഡിയിലും സിർസയിലെയും വ്യോമതാവളങ്ങൾ നശിപ്പിച്ചു എന്നുള്ള അത്തരം ചില വ്യാജ പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സാമൂഹ്യ മാധ്യമങ്ങളിലും അൽ ജസീറ പോലുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെയും പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യമല്ല. ഇപ്പോഴത്തെ ഈ രണ്ട്, അതായത് സൂറത്ത് ഗഡിയിലെയും സിർസയിലെയും വ്യോമതാവളങ്ങളുടെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ വ്യാജ പ്രചരണങ്ങളെ വാർത്താ സമ്മേളനത്തിൽ കേണൽ ഖുറേഷിയും അതേപോലെ തന്നെ വ്യോമിക സിംഗും അതിനെ കൃത്യമായി തന്നെ ഖണ്ഡിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നഗ്രോട്ടയിലെ ബ്രഹ്മോസ് ആസ്ഥാന കേന്ദ്രം തകർത്തു എന്നുള്ള പ്രചരണമുണ്ട്. അതേപോലെ തന്നെ ഡെഹാൻഗരിയിലെ ആർട്ടിഗൺ പൊസിഷനുകളിലേക്ക് അവിടെയും തകർത്തു എന്നുള്ളതും, അതേപോലെ തന്നെ ചണ്ഡീഗഡിലെ നമ്മുടെ വെടിക്കോപ്പ് മരുന്ന് ശേഖരണശാല അത് തകർത്തു എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. ഇതെല്ലാം തന്നെ വ്യാജ പ്രചരണങ്ങളാണ് എന്നുള്ളതാണ്. അതിന് സാമൂഹ്യ നമ്മൾ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ്. ആർമി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ജനം TV സംപ്രേഷണം ചെയ്യുന്നത്. അതായത് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് അതിശക്തമായ മറുപടിയാണ് ഭാരത സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പോർച്ചുഗൽ തകർത്ത അതിൻ്റെ ദൃശ്യങ്ങൾ സൈന്യം തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. വലിയ ആഘാതമാണ് ഭാരത സൈന്യത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നേരിട്ടത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് അത്രമേൽ ആഘാതമേൽപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് സൈന്യം പുറത്തുവിട്ടത്. ഭാരത സൈന്യത്തിൻ്റെ ധീരതയുടെ, ആക്രമണോത്സുകതയുടെ
ദൃശ്യങ്ങൾ നിർസാക്ഷ്യം തന്നെയാണ് ഈ ചിത്രങ്ങളൊക്കെയും ഈ ദൃശ്യങ്ങളൊക്കെയും. വലിയ ആഘാതമാണ് പാകിസ്ഥാൻ സേനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ നിരവധി പോസ്റ്റുകൾ തകർന്നിരിക്കുന്നു, നിരവധി വെടിക്കോപ്പുകൾ, ആയുധ സാമഗ്രികൾ തകർന്നിരിക്കുന്നു, വാഹന വ്യൂഹങ്ങൾ തകർന്നിരിക്കുന്നു, വലിയ ആൾനാശമുണ്ടായിരിക്കുന്നു, വലിയ പരിക്കുകൾ ഏറ്റിരിക്കുന്നു. അത്തരത്തിൽ സേനയുടെ പ്രത്യാക്രമണം വലിയ ആഘാതം അതിർത്തികളിൽ സംഭവിച്ചു. അതിർത്തികൾ കടന്നിപ്പോൾ പാകിസ്ഥാൻ്റെ നഗരങ്ങളിലേക്ക്, വലിയ നഗരങ്ങളിലേക്ക് ആ പ്രത്യാക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്ലാമാബാദ്, കറാച്ചി, റാവൽപിണ്ടി അടക്കമുള്ള 8ഓളം നഗരങ്ങളാണ് അഗ്നിക്കിരയായത്. വലിയ ആഘാതം ആ നഗരങ്ങൾക്ക് സംഭവിച്ചു. കറാച്ചി തുറമുഖത്തിന് വലിയ പ്രഹരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സംഭവിച്ചത്. എസ് വിക്രാന്തിന് തൊടുത്തുവിട്ട മിസൈലുകൾ കറാച്ചി എന്ന തുറമുഖത്തെ, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമായ, പാകിസ്ഥാൻ്റെ വാണിജ്യ അടിത്തറ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ ഒരു തുറമുഖത്തെ നാമാവശേഷമാക്കുന്ന സാഹചര്യം കണ്ടു. ഇങ്ങനെ അടിക്കടി ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന രീതിയിലുള്ള ഒരു യുദ്ധരീതി തന്നെയാണ് ഭാരതം അവലംബിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ പകച്ചു നിൽക്കുന്ന, വിറങ്ങലിച്ചു നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അതിർത്തിയിൽ തുടരുകയാണ്. രാത്രിയുടെ മറപറ്റിയുള്ള ആക്രമണം ഇപ്പോൾ പകൽ നേരത്തും തുടരുന്നു. എന്നാൽ ലോഞ്ച് പാഡുകളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഈ ഭീകരതയ്ക്ക്, പാകിസ്ഥാൻ്റെ ഈ അതിക്രമത്തിന് ഭാരതം മറുപടി നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയം. നന്ദൻ തുടരുകയാണ്. നന്ദൻ, നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു, പ്രേക്ഷകർ ദൃശ്യങ്ങൾ കണ്ടു. ഭാരത സൈന്യത്തിൻ്റെ ധീരത, ആ ധീരതയുടെ, ആ നിർസാക്ഷ്യത്തിൻ്റെ ചില ദൃശ്യങ്ങൾ മാത്രമാണ്. കാരണം അതിർത്തികൾ കടന്നിപ്പോൾ പാകിസ്ഥാനിൽ ബോംബുകൾ വർഷിക്കുന്ന, മിസൈലുകൾ വർഷിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒപ്പം അവിടെ നിന്ന് പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണത്തെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന ഭാരതത്തിൻ്റെ സൈന്യം, എന്നാൽ ഭാരതത്തിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പോലുമാകാതെ നിസ്സഹായരായി നിൽക്കുന്ന പാകിസ്ഥാൻ, അങ്ങനെയല്ലേ കാര്യങ്ങൾ? ഭാരതത്തിൻ്റെ അഗ്നൂർ സെക്ടറിന് നേരെ എതിർവശത്തുള്ള പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ലൂണ മേഖലയിൽ BSF നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ സൈന്യം നടത്തിയ ചില ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി സൈന്യം ഔദ്യോഗികമായി തന്നെ പങ്കുവച്ചത്. അതേപോലെ തന്നെ നിരവധി വ്യാജ വീഡിയോകളും മറ്റും പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയും പ്രതിരോധ മന്ത്രാലയവും കൃത്യമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം അവർ പുറത്തുവിടുന്ന ദൃശ്യങ്ങളും അല്ലെങ്കിൽ അവർ നൽകുന്ന വാർത്തകളും മാത്രമേ നൽകാവൂ എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ചില മലയാള മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ സൈന്യത്തിൻ്റെ നീക്കമടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ചില മാധ്യമങ്ങൾക്ക് നോട്ടീസ് നൽകിയതായിട്ടുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ഇന്നിപ്പോൾ കേണൽ സോഫിയ ഖുറേഷിയും അതേപോലെ തന്നെ വ്യോമിക സിംഗും വ്യക്തമാക്കിയതനുസരിച്ച് കഴിഞ്ഞ ദിവസം കൂടുതലായി വ്യോമാക്രമണമാണ് ഭാരതം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ നിരവധി റഡാറുകൾ തകർക്കുവാൻ വേണ്ടി സാധിച്ചു. അതേപോലെ തന്നെ ചില വ്യോമയാന കേന്ദ്രങ്ങൾ തകർക്കുവാൻ വേണ്ടി സാധിച്ചു. അതിനൊക്കെ അപ്പുറത്തേക്ക് ആയുധ ശേഖരം നടത്തിയിരുന്ന വലിയ വെടിപ്പുരകൾ അത് തകർക്കുവാൻ വേണ്ടി സാധിച്ചു. ഇങ്ങനെ നിരവധി ആക്രമണങ്ങൾ പാകിസ്ഥാനെതിരെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ സ്ഥലമോ അല്ലെങ്കിൽ എവിടെയാണ് ആക്രമണം നടത്തിയോ തുടങ്ങിയ വിശദാംശങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ പാകിസ്ഥാനെ ഏൽപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത് എന്നുള്ളതാണ് ഔദ്യോഗികമായി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതെങ്കിലും പ്രതിരോധ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയല്ല. യാഥാർത്ഥ്യത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഭാരതം നടത്തിയിരിക്കുന്നത്. വലിയ കേടുപാടുകൾ അവരുടെ വ്യോമസേനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, വ്യോമയാന താവളങ്ങൾക്കുണ്ടായിട്ടുണ്ട്, ആയുധ ശേഖരണശാലകൾക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിനൊക്കെ ഉപരിയാണ് BSF നടത്തുന്ന പോരാട്ടം. BSF ശക്തമായി തന്നെ ഈ മേഖലകളിലേക്ക്, അതായത് പാകിസ്ഥാൻ്റെ ലൈൻ ഓഫ് കൺട്രോൾ മേഖലകളിലേക്ക് പൂർണ്ണമായും ആഞ്ഞടിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു ലൂണാർ മേഖലയിലേക്ക്, അഗ്നൂറിന് എതിർവശമുള്ള പാകിസ്ഥാൻ്റെ ലൂണാർ മേഖലയിലുള്ള പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ താവളം പൂർണ്ണമായും മിസൈൽ ഗ്രനേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന ഷെല്ലാക്രമണത്തിലൂടെ ചിന്നിച്ചിതറുന്ന കാഴ്ചകൾ ഇതിനോടകം തന്നെ BSF പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇങ്ങനെ ശക്തമായ നാണയത്തിൽ തന്നെ BSFും അതേപോലെ തന്നെ കരസേനയും നാവികസേനയും ഒക്കെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ ഈ നാവികസേനയുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ കാര്യമായ ഓപ്പറേഷനുകൾ അത്തരത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്
എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ കറാച്ചി പോർട്ട് ആക്രമിച്ചു അന്ന് തരത്തിലുള്ള പ്രചരണങ്ങൾ നേരത്തെ വ്യാജമായി തന്നെ പല ഇടങ്ങളിലും ഉദിച്ചിരുന്നു. എന്നാൽ നാവികസേന അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് അത്തരമൊരു ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായും അവിടെ മറ്റ് വിദേശ രാജ്യങ്ങളുടെ വെസലുകൾ, കപ്പലുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. ലോകരാഷ്ട്രങ്ങൾ അത് ഭാരതത്തിനെതിരെ തിരിയുവാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് 71-ന് സമാനമായി കറാച്ചി പോർട്ട് ആക്രമിക്കുവാൻ വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ ഭാരതം മുതിർന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ മേഖലയിലേക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് തന്നെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടത്തുവാൻ വേണ്ടി ഭാരതം ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വളരെ വിജയകരമായി എന്നുള്ളതാണ് ഇതിനോടകം തന്നെ കേണൽ ഖുറേഷിയും അതേപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി തന്നെ പാകിസ്ഥാനെതിരെ വലിയ ഗുരുതര ആരോപണം അല്ലെങ്കിൽ വലിയ ഗുരുതരമായ യുദ്ധത്തിന് നിരക്കാത്ത, യുദ്ധനീതിക്ക് നിരക്കാത്ത രീതിയാണ് പാകിസ്ഥാന്റെ നന്ദൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക്, മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെയുള്ള യുദ്ധ അല്ലെങ്കിൽ ആക്രമണ തന്ത്രം തന്നെയാണ്, രീതി തന്നെയാണ് ഭാരതം അവലംബിക്കുന്നത്. അതുമാത്രമല്ല സാധാരണക്കാരായ പാകിസ്ഥാൻ പൗരന്മാരെ പോലും ഭാരതം ലക്ഷ്യമിടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടുത്തെ ഭീകരരെയും ആക്രമണം നടത്തുന്ന സൈന്യം അവർക്ക് പ്രത്യാക്രമണം നൽകുകയാണ്, അത് കനത്ത തിരിച്ചടിയായി നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഒരു സമീപനം, ജനവാസ മേഖലയിലേക്കടക്കം മിസൈലുകൾ തൊടുത്തുകൊണ്ട്, ഷെല്ലാക്രമണം നടത്തിക്കൊണ്ട് ജനവാസ മേഖലയെപ്പോലും ഇല്ലാതാക്കുന്ന, സാധാരണ ജനങ്ങളെപ്പോലും കൊന്നൊടുക്കുന്ന ഒരു സമീപനമാണ് അതിനുള്ളൊരു ശ്രമമാണ് അവരുടെ ഭാഗത്തിന്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സുരേഷ്, ഭാരതം ഈ വിഷയത്തെ വളരെ പക്വതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യോമയാന മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യക്തമാക്കിയത് ഉദ്ധംപൂർ, ഭുജ്, അതേപോലെ തന്നെ പത്താൻകോട്ട്, ബട്ടിൻഡ എന്നിവിടങ്ങളിലെ എയർഫോഴ്സ് സ്റ്റേഷനുകളിലെ ചില ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് പാകിസ്ഥാൻ്റെ ഈ മിസൈലുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഡ്രോണുകൾക്ക് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുന്നു എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ അവിടെയാണ് പാകിസ്ഥാൻ ഇത്തരം സിവിൽ എയർക്രാഫ്റ്റുകളെ മറയാക്കുന്നു അല്ലെങ്കിൽ കവചമാക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ദമാമിൽ നിന്നും, സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നും ലാഹോറിലേക്ക് എത്തിയ വിമാനം, ആ വിമാനത്തെ കവചമാക്കിക്കൊണ്ടായിരുന്നു പാകിസ്ഥാൻ പ്രവർത്തിച്ചത്. അതായത് ഭാരതത്തെ ആക്രമിക്കുന്നു, സ്വാഭാവികമായും ഭാരതം പ്രത്യാക്രമണം നടത്തുമ്പോൾ ഇത്തരം സിവിൽ എയർക്രാഫ്റ്റുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രാ വിമാനങ്ങളെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചാൽ അത് വലിയ രീതിയിൽ രാജ്യാന്തര തലത്തിൽ അത് ഭാരതത്തിന്, ആഗോള രാജ്യങ്ങളൊക്കെ തന്നെ ഭാരതത്തിന് എതിരാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പക്വതയോടുകൂടി തന്നെയാണ് ഇവിടെ വ്യോമയാന മന്ത്രാലയം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എയർഫോഴ്സ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 4 ഇടങ്ങളിൽ, ഭാരതത്തിൻ്റെ 4 എയർഫോഴ്സ് സ്റ്റേഷനുകളിൽ ചെറിയ ഇമ്പാക്റ്റ് എങ്കിലും ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് കൃത്യമായ പ്രതിരോധം ഭാരതം സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു തരത്തിലും നമ്മുടെ ഈ ഇത്തരം വ്യോമയാന കേന്ദ്രങ്ങളൊന്നും തന്നെ ആക്രമിക്കപ്പെടില്ല എന്നുള്ള സൂചനകളാണ് പ്രധാനമായും പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഇപ്പോഴും പാകിസ്ഥാൻ ഈ അന്താരാഷ്ട്ര വ്യോമപാത ദുരുപയോഗം ചെയ്യുന്നു. ഭാരതത്തിൻ്റെ വ്യോമപാത അല്ലെങ്കിൽ ഇത്തരം സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് ഈ മേഖലയിലേക്കുള്ള വ്യോമപാത അടച്ചിരിക്കുന്ന സാഹചര്യമാണ്. അത് അന്താരാഷ്ട്ര ലോകത്തോട് ഭാരതം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാനും സമാനമായ രീതിയിൽ ഇവിടേക്ക് വ്യോമപാത അടച്ചിരിക്കുന്നു. ലാഹോറിലേക്കുള്ള വിമാനങ്ങൾ അല്ലെങ്കിൽ സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് പ്രവേശനമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും മറിച്ച് ഇത്തരം സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് അവരുടെ രാജ്യത്തേക്ക്, ലാഹോറിലേക്ക് ഈ അന്താരാഷ്ട്ര വ്യോമപാത വഴി കടക്കുവാൻ അവസരം നൽകുന്നത് വഴി വലിയ രീതിയിലുള്ള ഒരു കവചം അവർ സൃഷ്ടിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരം യാത്രാ വിമാനങ്ങളുടെ മറവിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഭാരതത്തിന് കൃത്യമായി പ്രതിരോധിക്കുവാനുള്ള ശേഷിയും കഴിവുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും പക്വതയോടുകൂടിയുള്ള നിലപാട് അല്ലെങ്കിൽ യുദ്ധരീതിയാണ് ഇവിടെ ഭാരതത്തിൻ്റെ വ്യോമസേനയും കരസേനയും നാവികസേനയും ഒക്കെ തന്നെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ പോറലെങ്കിലും ഏൽപ്പിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ സേനയ്ക്ക് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുവാൻ അവരുടെ ഇത്തരം മിസൈലുകൾക്കും അതേപോലെ തന്നെ ഡ്രോണുകൾക്കും അവസരം ഒരുക്കിയത്. ഇങ്ങനെ സിവിലിയൻ എയർക്രാഫ്റ്റിനെ കവചമാക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഇക്കാവോ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്ക് കഴിഞ്ഞ ദിവസം ഒരു സൂചന അല്ലെങ്കിൽ ഒരു വാണിംഗ് എന്ന നിലയിൽ കൂടിയാണ് ഈ കാര്യം ഭാരതം വെളിപ്പെടുത്തിയത്. ഇങ്ങോട്ടേക്കുള്ള അല്ലെങ്കിൽ ലാഹോറിലേക്കുള്ള ഇത്തരം അന്താരാഷ്ട്ര വിമാനങ്ങളുടെ യാത്രകൾ സുരക്ഷിതമല്ല, വിമാന കമ്പനികൾ ശ്രദ്ധിക്കണമെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയാണ് ഭാരതം നടത്തിയത്.